ഹലോ വെൽക്കം ബാക്ക്. 2 ദിവസമായിട്ട് വീഡിയോസൊന്നും പോസ്റ്റ് ചെയ്തിട്ടില്ല. ഒരുപാട് തിരക്കുകളിലായിരുന്നു. ഇൻഷാല്ലാ ഒരു സംഭവം വരാനുണ്ട്. ഇൻഷാല്ലാ അത് ഞാൻ വഴിയെ പറയാം. അപ്പോൾ അതിൻ്റെ കുറച്ച് തിരക്കുകളൊക്കെ ആയിരുന്നു. എന്തായാലും നല്ല മഴയാണല്ലേ എല്ലായിടത്തും. ഇവിടെയും നല്ല മഴയാണ്. അപ്പം മഴയുടെ ഒരു ഇൻസ്റ്റഗ്രാം വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ കുറച്ച് വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിലെ യൂട്യൂബ് വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത് കേട്ടോ. പല ആംഗിൾസിൽ നിന്നും എടുത്തതാണ്. ഈ ഒരു ഡ്രസ്സ് എനിക്ക് കുറേ മുമ്പ് ഇൻസ്റ്റഗ്രാമിലൊരു പേജിൽ നിന്ന് വന്നതായിരുന്നു. സഫിയ നൈറ എന്ന് പറഞ്ഞുള്ള ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് വന്നതായിരുന്നു കേട്ടോ. ഞാൻ ഇങ്ങനത്തെ ഡ്രസ്സുകൾ യൂസ് ചെയ്യാത്ത ആളാണ്. പക്ഷേ ജസ്റ്റ് ആ വീഡിയോക്ക് മാത്രമേ കാണിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇട്ടപ്പോൾ ഭയങ്കര കംഫർട്ടബിൾ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഈ ഒരു വീഡിയോയിലൊന്ന് പറയണമെന്ന് തോന്നി. നല്ല രസമുണ്ട് ആ ഡ്രസ്സ്. അപ്പം യൂഷ്വലായിട്ട് കാഷ്വലായിട്ട് ഇടാനും അല്ലെങ്കിൽ പുറത്തേക്ക് പോകുമ്പോൾ ഇടാനും എല്ലാം കൊണ്ടും കല്യാണത്തിന് പോകുമ്പോൾ ഇടാനും ഒക്കെ പറ്റുന്ന നല്ലൊരു പാകിസ്ഥാനി ഒരു സൂട്ട് തന്നെയാണ്. പിന്നെ ഞാനും റൂഹിയും മിക്കയും കൂടി എവിടേക്ക് പോകുകയാണെന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത്. വലിയ കാര്യത്തിൽ ഇറങ്ങുന്നൊക്കെ ഉണ്ടെന്നല്ലേ. അപ്പോൾ ഞങ്ങളിപ്പോൾ പോകുന്നത് താനൂർക്ക് ചക്ക തിന്നാൻ പോകുന്നതൊക്കെ കേട്ടിട്ടില്ലേ. അതുപോലെ ഞങ്ങൾ താനൂർക്ക് കടപ്പുറത്തേക്കാണ് പോകുന്നത്, ഹാർബറിലോട്ട്. എപ്പോഴും നമ്മൾ കേൾക്കുന്നതാണ് എന്താ പറയുക, ചാകര അത് ഇതെന്നൊക്കെ. പക്ഷെ ഞങ്ങൾ ഇതുവരെ ചാകര കണ്ടിട്ടില്ല കേട്ടോ. ഞങ്ങൾ പോവാത്ത ദിവസങ്ങളൊക്കെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് താനൂരിൽ പോയിട്ട് ഫ്രഷ് മീൻ വാങ്ങിക്കാൻ പോകാറുണ്ട് കേട്ടോ. ഇക്കാക്ക് ഈ ഐസ് ഇടാത്ത മീൻ ഭയങ്കര ഇഷ്ടമാണ്. അത് നമ്മൾ കുറേ ബൾക്കായിട്ട് വാങ്ങിച്ചിട്ട് ഫ്രീസറിൽ വെള്ളത്തിൽ ഒഴിച്ചിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട്. അതാ താനൂർ ഹാർബർ എത്തി. അപ്പം നല്ല മഴ. എനിക്കങ്ങനെ ഈ മഴത്തിങ്ങനെ പോകുന്നൊന്നും വലിയ താല്പര്യമില്ല. പക്ഷേ ഇക്കാക്ക് പോവന്നെ വേണം. അപ്പോൾ റൂഹി ഉണ്ടെന്ന്. അങ്ങനെ ഞങ്ങൾ പോയപ്പോഴാണെങ്കിൽ ചെമ്മീൻ, ചാകര എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഇന്ന് കൂടുതലും ചെമ്മീനാണ് എല്ലാവരുടെ അടുത്തും ഉള്ളത് കേട്ടോ. എല്ലാ ബോട്ടിലും ചെമ്മീൻ തന്നെയാണ്. അപ്പം അതെടുക്കുന്നതൊക്കെ കാണാം. വീഴണ്ട നോക്കാം. താഴെ വീടോ? നമ്മൾ പിടിക്കുന്ന മീൻ അതേപോലെയല്ലേ നമുക്ക് തരുന്നത്. ഇതൊക്കെ ക്ലിയർ ചെയ്തിട്ട് പല കച്ചറ സാധനങ്ങളൊക്കെ ക്ലിയർ ചെയ്തിട്ട് നമുക്ക് തരുന്നത്. പിന്നെ എത്രയോ എഫേർട്ട് എടുത്തിട്ടാണ് അവരിവിടെ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ മീൻ പൈസ കൊടുത്ത് വാങ്ങിക്കുകയാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള എഫേർട്ട് അവർക്ക് ഉണ്ടേനും. അപ്പോൾ ഇന്ന് ചെമ്മീനൊക്കെ നല്ല വിലയുണ്ട്. അത് വേറെ കാര്യം. ചെമ്മീൻ അധികമില്ല. കുറേ ചാകരമായിട്ടുണ്ടാകുമ്പോൾ എല്ലാ തോണിയിലും എല്ലാ ബോട്ടിലും ചെമ്മീനാണെങ്കിൽ അത്യാവശ്യം വില കുറഞ്ഞ് കിട്ടും. പക്ഷെ ഇന്ന് അധികമൊന്നുമില്ല. നമ്മൾ പോകുന്ന സമയത്തൊന്നും ഉണ്ടാവില്ല കേട്ടോ. അധികം മീനുകളുണ്ടാവില്ല. അല്ലാത്ത സമയത്തൊക്കെ ഇങ്ങനെ വീഡിയോസ് കാണാൻ പറ്റും. ഭയങ്കര ചെമ്മീൻ്റെ കളി. ചെമ്മീനല്ലല്ലോ, ആ മീനുകളും ഭയങ്കര വ്യത്യസ്ത മീനുകളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ കണ്ടോ, ഇതിൽ പല ടൈപ്പ് മീനുകളുണ്ട്. ഇനി അതിൽ നിന്ന് ചെമ്മീൻ സെപ്പറേറ്റ് ചെയ്തെടുക്കണം. അല്ലെങ്കിൽ നമ്മൾ പറയും പലവക എന്ന്. അതായത് പലവക എന്ന് പറയുമ്പോഴേ നമുക്കതിൽ നിന്ന് ചെമ്മീൻ കുറച്ചൊക്കെ ഉണ്ടാവുള്ളൂ. പല ടൈപ്പ് മീനുകൾ കിട്ടും. അപ്പോൾ അതാ അവർ സെപ്പറേറ്റ് ചെയ്യുന്ന തിരക്കിലാണ്. അപ്പുറത്ത് കുറച്ച് പേര് കണ്ടില്ലേ. അപ്പം ഇതിൽ നിന്നൊക്കെ നമ്മൾ ചെമ്മീൻ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് ചെമ്മീൻ മാത്രം വാങ്ങിച്ച് കിട്ടുന്നത് ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമ്മൾ ചെമ്മീൻ, മാന്തൽ, മത്തി ഇതൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഐസ് ഇടാത്ത മീൻ കിട്ടുകയാണെങ്കിൽ വളരെ നല്ലതല്ലേ. ഐസ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ആ മീനിൻ്റെ ഗുണം പോയി. അപ്പം അതുകൊണ്ടാണ് ഹാർബറിൽ പോയിട്ട് തന്നെ വാങ്ങിച്ചത്. ഉമ്മനെ ആക്കൂല, ഉമ്മന്റെ ഫ്രണ്ട് അല്ല. ഉയ് എന്താ ചെയ്യാൻ പോണത്? ഉയ് ഇപ്പൊ എന്ത് കുടിക്കാനാ പോണേ? ഈ അവിൽ മിൽക്ക് എന്ന് പഠിച്ചിട്ടോ? അബിൽ മിൽക്ക് പറയുന്നത്. ക്യൂട്ടായ കുട്ടീന്റെ പേരെന്താ? ആണോ? പിന്നെ മീൻ വാങ്ങിച്ചതിന് ശേഷം നമ്മൾ പിന്നെ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു വീട്ടിലേക്കുള്ളത്. അത് വാങ്ങിക്കാൻ ഇവിടെ ഹൈപ്പർ മാർക്കറ്റിൽ കയറി. അത് കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിലെത്തി. വീട്ടിലാണെങ്കിൽ പിന്നെ
ആരൊക്കെ ചോദിച്ചിരുന്നല്ലോ ക്ലീനിങ്ങിൻ്റെ ആൾക്കാരൊക്കെ ഇല്ലേ നിങ്ങൾക്ക് എന്നൊക്കെ. ഒരു ചേച്ചി ഉണ്ട് കേട്ടോ. ഇപ്പോൾ മാഷാഅല്ലാ എനിക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ടൊരു ചേച്ചീനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആൾ ക്ലീനിങ്ങിലൊക്കെ നല്ല ഉഷാറാണ്. പക്ഷേ എപ്പോഴും വരില്ല, അതാണ് പ്രശ്നം. ഡെയിലി വരില്ല. ഡെയിലി റുക്യാമുണ്ട്. ആഴ്ചയിൽ ഒരിക്കലെങ്കിൽ ആഴ്ചയിൽ 2 ദിവസമൊക്കെയാണ് ചേച്ചിക്ക് ഒഴിവുള്ളൂ. അപ്പോൾ അന്ന് ചേച്ചി വരും. പിന്നെ നമ്മളിതാ മീനൊക്കെ വാങ്ങിച്ചത് ഫ്രീസറിൽ വെക്കണം. ഫ്രീസറിൽ ഇതുപോലെ ഞാൻ പാത്രത്തിലാക്കിയിട്ടാണ് വെക്കാറ്. നമുക്ക് അന്നന്നത്തേക്ക് ആവശ്യമുള്ളത്. ഇപ്പോൾ മത്തിയൊക്കെ നമ്മൾ 1 കിലോ ഒരുമിച്ചൊന്നും നമ്മൾ എടുക്കില്ല. അപ്പോൾ ഞാൻ ഹാഫ് കിലോ ആയിട്ട്, ഹാഫ് കിലോ ഒന്നും പറയാൻ പറ്റില്ല, പകുതിയായിട്ട് ഇങ്ങനെ പാത്രത്തിലാക്കിയിട്ടുണ്ട്. അതൊന്ന് കഴുകിയെടുക്കും കേട്ടോ. എന്നിട്ട് ഒന്നായിട്ട് കഴുകും. ഫസ്റ്റത്തെ വെള്ളം ഒഴിവാക്കും. രണ്ടാമത്തെ വെള്ളത്തിലാണ് ഞാനത് സോക്ക് ചെയ്ത് മീൻസ് വെള്ളത്തിലിട്ടിട്ടാണ് ഫ്രീസറിൽ വെക്കുക കേട്ടോ. കാരണം ഇതിപ്പം അവിടെ ഇവിടെയൊക്കെ കിടന്ന മീനാവുമല്ലോ. അപ്പോൾ അതൊന്നിട്ട് കഴുകിയതിന് ശേഷം ആ വെള്ളം ഒന്ന് കളഞ്ഞതിന് ശേഷമാണ് അടുത്ത വെള്ളത്തിൽ ഇടുക. പിന്നെ ഇന്നത്തേക്ക് നമ്മൾക്ക് കൂന്തലുണ്ടായിരുന്നു. അതുപോലെ ഒരു ദിവസം ഇക്ക കൊണ്ടുവന്നായിരുന്നു കേട്ടോ, വെള്ളത്തിലിട്ട് വെച്ചതായിരുന്നു. അങ്ങനെ ഇതാ എല്ലാതും വെള്ളത്തിലിട്ട് വെക്കട്ടെ. ഇതും എനിക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടിയൊരു ഐഡിയ ആണ് കേട്ടോ. ഞാൻ സാധാരണ അങ്ങനെ ചെയ്യാറില്ല. UAE-യിലായ സമയത്ത് ഞാനിങ്ങനെ മീനൊക്കെ വാങ്ങിച്ച് കുറേ മീനൊക്കെ കിട്ടുമ്പോൾ ഇതുപോലെ ഫ്രീസറിൽ നേരെ വെക്കും. പിന്നെ 2 ദിവസം കഴിഞ്ഞാൽ മീനിന് ടേസ്റ്റ് വ്യത്യാസമൊക്കെ തോന്നാറുണ്ട്. അപ്പോൾ അങ്ങനെയാണ് എനിക്ക് യൂട്യൂബിൽ ഇങ്ങനെ ഞാൻ വീഡിയോ ഇട്ടപ്പോൾ ആരൊക്കെയോ പറഞ്ഞു ഇങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചാൽ മതി, ഫ്രഷ് ആയിട്ടുള്ള മീൻ പോലെ ഇരിക്കും എന്നൊക്കെ. അപ്പോൾ ഞാനങ്ങനെ ട്രൈ ചെയ്തപ്പം അതിപ്പം ഭയങ്കര റിസൾട്ടാണ് കേട്ടോ. എത്രയോ ദിവസം പഴക്കമുള്ള മീനാണെങ്കിലും അങ്ങനെ ഒന്നിട്ട് കഴുകിയിട്ട് ജസ്റ്റ് വെള്ളത്തിൽ മുറിക്കാണ്ട് കേട്ടോ, അങ്ങനെ തന്നെ വെള്ളത്തിലിട്ട് വെക്കുമ്പോൾ ഫ്രഷ് മീൻ കഴിക്കുന്ന പോലത്തെ ടേസ്റ്റ് തന്നെ വരുന്നത് കേട്ടോ. അപ്പം ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കും കേട്ടോ. ബൾക്കായിട്ട് മീനൊക്കെ കിട്ടുമ്പോൾ, ബൾക്കായിട്ടല്ല, നമ്മളിപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ടൊക്കെ മീൻ കഴിക്കുകയാണെങ്കിൽ ഇതുപോലെ വെള്ളത്തിലിട്ടിട്ട് ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ കേട്ടോ. പിന്നെ ഫ്രീസറിൽ നിന്ന് എടുത്ത് വെക്കുമ്പോൾ ആ ഐസ് പോകാനുള്ള സമയം നമ്മൾ കൊടുക്കണം കേട്ടോ. അത് പിന്നെ വെള്ളം ഒഴിച്ചിട്ട് കഴുകരുത്. അത് ഫ്രീസറിന് എടുത്ത് വെച്ചിട്ട് ഐസ് പോകുന്നവരെ, മെൽറ്റ് ആവുന്നവരെ വെയിറ്റ് ചെയ്യണം. അങ്ങനെ ആകുമ്പോഴാണ് ആ ഫ്രഷ് ടേസ്റ്റ് വരുന്നത്. നമ്മൾ ഐസ് റിമൂവ് ചെയ്യാൻ വേണ്ടി വെള്ളത്തിലിട്ട് വെക്കരുത് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഇനി ഒന്ന് ഫ്രീസറിൽ വെക്കണം. പിന്നെ ഇന്നത്തേക്ക് ഓൾറെഡി കൂന്തലുണ്ട്. ഇനി കൂന്തൽ റോസ്റ്റ് ഉണ്ടാക്കണം. നമ്മൾ പുറത്ത് പോയി വന്നിട്ട് ജസ്റ്റ് കൈയും കാലും നീട്ടിയിരിക്കാനുള്ള സമയമൊന്നുമില്ല. വീണ്ടും നേരെ കിച്ചണിലോട്ട് ഇറങ്ങാറ്. ആരൊക്കെയോ മീൻസ് എപ്പോഴും ഞാൻ കേൾക്കുന്നൊരു ഇതാണ്, എനിക്ക് എളുപ്പമല്ലേ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കുക, എഡിറ്റ് ചെയ്യുക, പോസ്റ്റ് ചെയ്യുക, ഭയങ്കര സുഖമല്ലേ എൻ്റെ ജോലി എന്നൊക്കെയാണ് പലരും ഉള്ളൊരു തെറ്റിദ്ധാരണ. പക്ഷേ സത്യം പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ എല്ലാ വീഡിയോസിലും പറയുന്നതാണ്. പക്ഷെ എന്നാലും നമുക്ക് ചിലർക്കൊന്നും തീരും എൻ്റെ ജോലി എന്താണെന്നുള്ളത് മനസ്സിലാവുന്നില്ല. അത്രയും ബുദ്ധിമുട്ടുണ്ട് ഇതൊന്ന് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്. എൻ്റെ ജോലി എന്നല്ല, ഇങ്ങനെ ഈ വീഡിയോ എടുത്തിട്ട് പോസ്റ്റ് ചെയ്യുന്നവരുടെ ജോലി. നമ്മൾ വീഡിയോക്കായിട്ടും എടുക്കുന്നുണ്ട്, അല്ലാതെ എടുക്കുന്നുണ്ട്. ഒക്കെ കൂടി ആകുമ്പോൾ എങ്ങനെയായാലും ബുദ്ധിമുട്ട് തന്നെയാണ്. പക്ഷേ നമുക്ക് ജീവിച്ച് പോകണ്ടേ. ഓക്കെ, പിന്നെന്താ, ചേച്ചി ഞാൻ പിന്നെ ഫേസ് കാണിക്കുന്നില്ല കേട്ടോ. കാണിക്കേണ്ടതെന്നൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷെ എന്നാലും കാണിക്കുന്നില്ല. ഓക്കെ, അപ്പം നല്ല വൃത്തിയാട്ടോ. എനിക്ക് സാറ്റിസ്ഫൈഡ് ആണ് ആളുടെ ക്ലീനിങ്ങിൽ. നമ്മൾ പറയാണ്ട് തന്നെ ഓരോ കാര്യങ്ങൾ എടുത്ത് ചെയ്യുന്നുണ്ട്. ഞാൻ പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ഗ്ലാസ്സൊക്കെ ക്ലീൻ ചെയ്യും. ചേച്ചി ക്ലീൻ ചെയ്യാമെന്ന് പറഞ്ഞതാണ്. ഞാൻ പിന്നെ എല്ലാം കൂടി ഒരാളെ കൊണ്ട് പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ എന്തായാലും ആളവിടെ ക്ലീൻ ആക്കുന്നുണ്ട്, അതിൻ്റെ ഇടയിൽ കൂടെ ഗ്ലാസ്സും ഞാൻ ക്ലീൻ ആക്കുന്നുണ്ട്. ഈ ഒരു മോപ്പില്ലേ, അത് ഐഷാസ് കാട്ടിലെ മോപ്പാണ്. എനിക്ക് ഇങ്ങനത്തെ പരിപാടിക്ക്, സാധാരണ മോപ്പ് നിലം തുടക്കുന്നേക്കാളും എനിക്ക് യൂസ്ഫുൾ ആയത് ഇതുപോലെ ഗ്ലാസ് ക്ലീൻ ചെയ്യാനാണ്. ഞാനിപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുള്ള പോലെ തോന്നുന്നുണ്ടാവും. അതെന്താ വെച്ചാൽ എൻ്റെ കൈ ഞാനിങ്ങനെ ആക്കുമ്പോൾ സ്ലീവ് പൊങ്ങുന്നുണ്ട്. അപ്പം അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ഇങ്ങനെയൊക്കെ പിടിച്ചിട്ട് വീഡിയോ എടുക്കല്ല. അതുകൊണ്ടാണ്. ഹാഫ് സ്ലീവൊക്കെ ഇട്ടിട്ടാണെങ്കിൽ സുഖമായിട്ട് എനിക്ക് ചെയ്യാം. ഇതിപ്പോൾ കൈ കാണിക്കാനും പറ്റുന്നില്ല വീഡിയോ എടുക്കുന്നതുകൊണ്ടേ. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ നല്ല സുഖമാണ് ഇതുകൊണ്ട് ക്ലീൻ ചെയ്യാൻ. പെട്ടെന്ന് ക്ലീൻ ആക്കി കിട്ടും. നമ്മളിങ്ങനെ തുണിയൊക്കെ എടുത്തിട്ട് ക്ലീൻ ചെയ്യുമ്പോൾ നമുക്ക് ഹൈറ്റൊക്കെ ആകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടില്ല. അത് ഹൈറ്റൊക്കെ ഉള്ള സ്ഥലത്തൊക്കെ നമുക്ക് ഇത് വെച്ചിട്ട് ഹൈറ്റ് കൂട്ടാനൊക്കെ പറ്റുമല്ലോ ഈ ഒരു മോപ്പ്. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും. പിന്നെ അതിൻ്റെ ആ തുണിയില്ലേ, അത് നമുക്ക് അതിമന്ന് എടുത്തിട്ട് അത് സെപ്പറേറ്റ് ക്ലീൻ ആക്കാനും പറ്റും കേട്ടോ. അപ്പോൾ നല്ല ഉപയോഗമുള്ളൊരു മോപ്പാണ്. കുറേ ആൾക്കാർ വാങ്ങിച്ചിട്ടുണ്ട്. ഇപ്പോൾ സ്റ്റോക്ക് ഔട്ട് ആണെന്ന് തോന്നുന്നു, എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. അപ്പോൾ വേണ്ടവർക്ക് ഐഷാസ് കാട്ടിലെ നമ്പർ ഞാൻ പിന്നീട് കമൻ്റായിട്ട് കൊടുക്കാം, അതിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ഗ്ലാസിൻ്റെ ഏരിയാസൊക്കെ നമ്മൾ വീട്ടിലുണ്ടെങ്കിൽ, അതുപോലെ സ്റ്റെയർ കേസില്ലേ അതുപോലെ ഗ്ലാസ്സൊക്കെ ഉണ്ടെങ്കിൽ, ഈ റൂഹിൻ്റെ സ്വഭാവം എന്താ അറിയോ, അവൾ എപ്പോഴും കൈ വാഷ് ചെയ്ത് കണ്ട് സ്റ്റെയർ കേസിൻ്റെ അവിടെ കൈയാണ് കുത്തും, അവളുടെ കൈൻ്റെ അടയാളം വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഏത് നേരം അവളെ പണി ഇതാണ്, ഈ ഗ്ലാസ്സുമ്മൽ പോയിട്ട് കൈ വയ്ക്കുക.
എന്നിട്ട് കൈൻ്റെ അടയാളം വരിക, എന്നിട്ട് വന്ന് ചിരിക്കുക. അതാണ് അവളെ പണി. അപ്പോൾ അങ്ങനെ ആയി ഗ്ലാസ്സുമ്പോൾ മൊത്തം അവളുടെ കൈൻ്റെ അടയാളങ്ങളാണ് എപ്പോഴും. അപ്പോൾ എന്നും തുടക്കേണ്ടതാണ്. പറഞ്ഞാലും കുട്ടിക്ക് മനസ്സിലാവുന്നില്ല. അവൾക്കത് രസം, പക്ഷെ നമുക്ക് എന്തോരം പണിയാണ്. കാരണം കയറി വരുമ്പോൾ തന്നെ ആരെങ്കിലും കയറി വരുമ്പോൾ നേരെ കാണുന്നത് ആ ഗ്ലാസ്സാണ്. ആ ഗ്ലാസ്സുമ്മൽ ഈ കൈൻ്റെ അടയാളം വരും. ശരിക്കും ഈ സ്റ്റെയർ കേസുമ്മൽ ഈ ഗ്ലാസ് വെക്കുന്നുണ്ടല്ലോ, കാണാൻ നല്ല മൊഞ്ചാണ്, പക്ഷെ എന്നും ക്ലീൻ ആക്കേണ്ടി വരും കേട്ടോ. ക്ലീനിങ് ഇഷ്ടമുള്ളവർക്കൊക്കെ. ഇവിടെ ഞാൻ പല ഓപ്ഷൻസ് നോക്കിയിരുന്നു വുഡൻ്റെ ഇതൊക്കെ വെച്ചിട്ട്, പക്ഷേ ഒരു പോസിബിൾ ആയില്ല ഒന്നും. അതാ ടി വി ഇങ്ങനെ അത് ഒരു എന്തോ പോലെ ടി വി ആദ്യമായിട്ട് കാണുന്ന കുട്ടികളെ പോലെ അന്ന് വരുന്നില്ല. ഉമ്മ പറഞ്ഞിട്ടാണ് ടി വി വെച്ചത് റൂയി. ഉമ്മ പറഞ്ഞിട്ടാണ് ടി വി വെച്ചത്. രാവിലെ കാണണ്ടേ, രാവിലെ സ്കൂൾക്ക് പോണ സമയമാണ്. നമ്മളെ വീട്ടിൽ ടി വി വെച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ. 2 ടി വി ഓൾറെഡി നമ്മുടെ അടുത്തുണ്ട്. പക്ഷെ ഞാൻ വെക്കേണ്ട കുട്ടികളെ അഡ്ജസ്റ്റ് ചെയ്ത് പോട്ടെ എന്ന് വിചാരിച്ച് നിന്നായിരുന്നു. പിന്നെ എനിക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ പാവം തോന്നി. അവർ എവിടെയെങ്കിലും ടി വി കാണുമ്പോൾ ഹായ് ടി വി എന്ന് പറഞ്ഞിട്ട് ഭയങ്കര സംഭവം പോലെ എൻ്റെ വീട്ടിലൊക്കെ പോകുമ്പോൾ ടി വിൻ്റെ മുമ്പിൽ തന്നെ ഇരിക്കുക. അപ്പോൾ അവർക്ക് നമ്മൾ എത്ര തന്നെ ചെറിയ കുട്ടികളായി നമ്മളങ്ങനെ ചില കാര്യങ്ങൾ ഒഴിവാക്കുമ്പോഴും അവർക്കത് മനസ്സിലാവില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു വെച്ച് കൊടുക്കുക പാവല്ലേ എന്ന്. പക്ഷെ എപ്പോഴും കൊടുക്കൂല കേട്ടോ. പിന്നെ ഇത് കുറച്ച് ദിവസം മുമ്പ് എടുത്തിട്ടുള്ളൊരു വീഡിയോ കേട്ടോ. അതായത് നമ്മളെ വീട്ടിൽ ഒരു ഫ്രെയിം വെക്കാനുണ്ടായിരുന്നു. നമ്മളതാ ഇപ്പോൾ കാണിച്ച സോഫയുടെ അവിടെയാണ് ഈ ഒരു ഫ്രെയിം ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ അവിടെ വെച്ചപ്പം ഒരു കോൺട്രാസ്റ്റ് പോലെ അതുകൊണ്ട് ആ സോഫയിലോട്ട് മാച്ചിങ് ആയില്ല. പക്ഷേ ഇവിടെ വെച്ചപ്പം ഭയങ്കര ലുക്കായിപ്പോയി. കാരണം സ്റ്റെയർ കേസ് കയറി വരുമ്പോൾ തന്നെ കാണുന്നത് ഈ ഒരു ഫ്രെയിമാണ്. ആ ഒരു ഫ്രെയിമിൽ സൂക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞങ്ങളുടെ എല്ലാവരുടെയും പേരുകളുണ്ട്: തൻവീർ, ഫറ, റീൻ, റോസ്, റൂഹി. ഈ ഒരു ഫ്രെയിം ടീക്ക് വുഡിലാണ് ചെയ്തിട്ടുള്ളത്. ദ പെയിൻറ്റഡ് പാലറ്റ്, രജിഷ പൂവല്ലൂർ, അവരാണ് ഇത് എനിക്ക് അയച്ചു തന്നിട്ടുള്ളത് കേട്ടോ. എന്താ പറയുക, ഭയങ്കര ഒരു യുണീക്കായിട്ടുള്ളൊരു ഫ്രെയിം, ഒരു ആർട്ട് വർക്ക് ആയിപ്പോയി. ഞാൻ അവരോട് പറഞ്ഞിരുന്നു എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ ഇത്രയും വ്യത്യസ്തത ഞാൻ വിചാരിച്ചില്ല. നല്ല രസമുണ്ട് കാണാൻ. നല്ലൊരു എന്താ എനിക്ക് പറയേണ്ടതെന്ന് അറിയില്ല. ഇടയ്ക്ക് മിറേഴ്സാണ് കൊടുത്തിട്ടുള്ളത്. കയറി വരുമ്പോൾ തന്നെ ഇത് കാണുമ്പോൾ ഭയങ്കര രസമുണ്ട് കാണാൻ കേട്ടോ. ഈ വീഡിയോയിൽ കാണുന്നതിലും ഭംഗിയുണ്ട് കേട്ടോ നേരിട്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ ഉള്ള സ്പെഷ്യലായിട്ടുള്ള യുണീക്കായിട്ടുള്ള ആർട്ട് വർക്ക്സ് അല്ലെങ്കിൽ പെയിൻറ്റിങ്സ് അവർ ചെയ്യുന്നുണ്ട്. വേണമെന്നുള്ള അതുപോലെ കാലിഗ്രഫിയൊക്കെ വേണമെന്നുള്ളവർക്ക് അവരുടെ നമ്പർ ഞാൻ ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്കും ഞാൻ പിന്നീട് കമൻറ്റായിട്ട് കൊടുക്കാം കേട്ടോ. ഞാനിത് കഴിഞ്ഞ ദിവസം ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഒരു വീഡിയോ. അപ്പോൾ ഞാൻ ഓരോ പേരുകൾ ഞാനിങ്ങനെ സൂം ചെയ്ത് കാണിക്കുകയായിരുന്നു കേട്ടോ നിങ്ങൾക്ക് വായിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ റോസിൻ്റെ റൂമിലോട്ടൊരു ഫ്രെയിം. ഈ ഫ്രെയിമും പറഞ്ഞ പോലെ ഞാൻ കിച്ചണിലോട്ടായിരുന്നു ഈ ഒരു ഫ്രെയിം വിചാരിച്ചിരുന്നത്. അപ്പോൾ കിച്ചണിൽ വെച്ചപ്പം ഭയങ്കര ഓടായിട്ട് തോന്നി. കാരണം അവിടേക്ക് അത് മാച്ചിങ് ആയിട്ട് തോന്നിയില്ല. അപ്പോഴാണ് റോസിൻ്റെ റൂമിലേക്ക് അത് വെച്ച് നോക്കിയത്. അപ്പം ഭയങ്കര നല്ലൊരു ലുക്കായിട്ട് തോന്നി. അങ്ങനെ അപ്പോൾ ചില ഫ്രെയിംസ് ഇനി എത്ര ഭംഗിയുണ്ടെങ്കിലും നമ്മൾ എവിടെയാണോ അത് പൊസിഷൻ ആ ഒരു വെക്കുന്നത് അതിനനുസരിച്ചിരിക്കും അതിൻ്റെ ഭംഗി കേട്ടോ. അത് നമ്മളാണെങ്കിലും അങ്ങനെ തന്നെ. നമ്മളിനി എത്ര നമുക്ക് കഴിവുകളുണ്ടെങ്കിലും നമ്മൾ എവിടെയാണോ വന്ന് ചേരുന്നത്, എവിടെയാണ് എത്തിപ്പെടുന്നത്, അവിടെ അതിനനുസരിച്ചിരിക്കും നമ്മുടെ കഴിവുകളുടെ ആ ഒരു ഇമ്പോർട്ടൻസ്. നമ്മളെ കഴിവുകൾ ഇമ്പോർട്ടൻസ് ഉള്ള സ്ഥലത്ത് വേണം നമ്മൾ ഏത് ജോലി എടുക്കാൻ. ഓക്കെ. പിന്നെ ഇന്ന് രാത്രിത്തേക്കുള്ളത് മറ്റേ പലവക മീനുകളൊക്കെ പെറുക്കിയെടുത്തിട്ട് അതൊരു മുളകറിയാക്കി, പിന്നെ ചെമ്മീൻ ഫ്രൈയും. എനിക്ക് ചില സമയത്ത് ഞാൻ തന്നെ വിചാരിക്കുമ്പോൾ എനിക്ക് എന്തെങ്കിലും ഭ്രാന്ത് പിടിച്ചു എന്ന്. ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നൊരു 8 മണി ആ സമയത്ത് ഒക്കെ ആയിട്ടുണ്ടാവും. പുട്ടുക്ക് പഴമുണ്ട്, പിന്നെ കുട്ടികൾക്ക് പഴം മതിയെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കെന്തോ ഒരു തൃപ്തികരമായില്ല. എനിക്കെന്തോ കഴിക്കാൻ തോന്നി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ പുട്ടും കൂടെ ഞാൻ മാറ്റിട്ടോ. എനിക്ക് ഇൻഡസ് വാലിയിൽ നിന്ന് പുട്ടുകുടം കിട്ടിയിട്ടുണ്ടായിരുന്നു, നല്ല പുട്ടുകുടം.
ഓക്കെ, അപ്പം ചെമ്മീൻ ഇങ്ങനെ ഉണ്ടല്ലോ, അപ്പോൾ വേഗം അത് പോയി ഉണ്ടാക്കി. ഈ ചെമ്മീൻ നമ്മളിപ്പോൾ കൊണ്ടുവന്ന ചെമ്മീനല്ല കേട്ടോ, പലക വേറെ വാങ്ങിച്ചതായിരുന്നു കേട്ടോ. അങ്ങനെ അത് തൊലിച്ച് ഉണ്ടാക്കി വന്നപ്പോഴേക്കും ഒരു സമയം അത്യാവശ്യമായിരുന്നു. പക്ഷെ എന്നാലും എന്താ റാഹത്തായിട്ട് കഴിച്ചു. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഡിന്നർ ഇതൊക്കെയാണ്. അപ്പം വ്ളോഗ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പുതിയ അടിപൊളി വ്ളോഗുമായിട്ടും പുതിയ വിശേഷങ്ങളായിട്ട് വരാം കേട്ടോ.